ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. നമ്മളൊക്കെ ഓരോ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് പിടിച്ചിട്ടായിരിക്കും ജീവിക്കും. നമ്മളെന്തിനാ അങ്ങനെ ചെയ്യണം? നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഡെസ്പായൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബിസിനസ് തിരക്കുകൾ, അല്ലെങ്കിൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈശോ നമുക്കൊരു വചനം തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും വിചാരിക്കും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതൊരു ധൈര്യമുള്ള വചനം തന്നെയാണ്. പക്ഷെ അതിൽ കൂടുതൽ ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വചനമുണ്ട്. 1000 കുരുവികളേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ നോക്കിയാൽ ഒരു കുരുവിയുടെ സ്ട്രക്ചർ പോലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ ഇത്ര വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയതിൻ്റെ ഒരു ഇതുപോലും നമ്മൾക്ക് യൂട്യൂബിലൂടെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുരുവിയുടെ സ്ട്രക്ചർ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ഇന്നും അത് സൂക്ഷിക്കപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോൾ കിളികളെയൊക്കെ നോക്കും. എന്നെ രസമായിട്ട് എന്ത് ഫ്രീ ആയിട്ടാണ് അവർ നടക്കുന്നത്. അവരൊന്നും ചുരുക്കൂട്ടിരിക്കുന്നില്ല. അവർക്ക് അന്നൊന്നും അധ്വാനിച്ച് അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഒത്തിരി ടെൻഷൻ പിടിച്ച് ജീവിതത്തിൽ ഒരു സമയങ്ങളെയൊക്കെ നശിപ്പിച്ചല്ലോ. എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെ വരെ നമ്മൾ ഉണ്ടാകുമെന്നും അറിയത്തില്ല. എന്ന് കരുതി അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ എങ്ങനെ നഷ്ടപ്പെടുത്താതെ എങ്ങനെ ജീവിക്കാമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ ദൈവത്തെ പ്രതിയും നമ്മൾ ഭൂമിയിൽ സന്തോഷിച്ചും ജീവിക്കുക. സന്തോഷം കണ്ടെത്താൻ വേണ്ടി പല വഴികൾ തേടുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. 1000 കുരുവികളേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കുടെ സ്നേഹം അന്വേഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മളെ അയ്യോ എന്നെ സ്നേഹിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പുറം നടക്കേണ്ട കാര്യങ്ങൾ നമ്മളില്ല. അയ്യോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാൻ ആത്മഹത്യക്ക് തിരയാൻ പോകുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കൊരു ജീവിതം തന്നിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും നാളെ രാവിലെ നമ്മൾ ഉണരുകയോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ഇങ്ങനെ പറയുക, 1000 കുരുവികളേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയുടെ പ്രേമം, ഈശോ നമ്മൾ പ്രേമിക്കുന്നതായിട്ടുള്ള പ്രേമവചനങ്ങളാണ്. അതൊരു മനുഷ്യൻ പറയുന്നതല്ല. മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് തിരുവോസ്തിയിൽ എന്നും എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മളോട് പറയുകയാണ്, 1000 കുരുവികളേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ എന്തിനാണ് നീ വറീഡാകുന്നത്? നിൻ്റെ കാര്യം എനിക്കറിഞ്ഞൂടെ? എന്താ പറയണം? അപ്പോൾ എന്തെങ്കിലും ടെൻഷനോ സങ്കടങ്ങളോ ഒക്കെ ആയിട്ട് ആരെങ്കിലും കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിഷമങ്ങളൊക്കെ മാറ്റിക്കോ. ഈശോ പറയുന്നു, 1000 കുരുവികളേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒന്നിനെയും പറ്റിയും വറീഡാകണ്ട. നിനക്കുള്ളതെല്ലാം നൽകിക്കൊള്ളും അതിൻ്റേതായിട്ടുള്ള സമയമാകുമ്പോൾ. ഓക്കെ? ഈശോ ഇത്രയധികം സ്നേഹിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുക. നമ്മളുടെ മനസ്സിൽ ഈശോ പരിശുദ്ധാത്മാവ് വഴി നമ്മളെ നിറച്ച് നമുക്ക് ഓരോ വചനങ്ങൾ ഇടയ്ക്കൊന്ന് ടെൻഷൻ പിടിക്കുമ്പോഴൊക്കെ ബൈബിൾ വാക്യങ്ങളൊക്കെ ഒന്നും എടുത്ത് വായിച്ച് നോക്കാനും നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.